സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതിനിടെ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരും. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ഇപ്പോൾ വിവരങ്ങളുമായി മാനസ ചേരുകയാണ്. മാനസ, ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അത് 3 ജില്ലകളിലാണ് കൂടുതലായി ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് 3 ജില്ലകളിൽ തുടരുകയാണ്. ആലപ്പുഴ, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യത. ആലപ്പുഴ, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നത്. ഏതായാലും ചൂട് കൂടുന്നതിന്റെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ സാധ്യത ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുന്നത് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പക്ഷേ പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കൂടിയും 40 ഡിഗ്രി കടക്കുന്ന ഒരു സാഹചര്യം മറ്റു ജില്ലകളിലൊന്നും ഉണ്ടായിട്ടില്ല എന്നതും പ്രധാന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിതീവ്ര ചൂട് ആയിരിക്കില്ല. എങ്കിൽ കൂടിയും ജാഗ്രത പാലിക്കണം എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. നേരിട്ട് സൂര്യാഘാതം ഏൽക്കരുത്, സൂര്യപ്രകാശം ഏൽക്കരുത്, 11 മണി മുതൽ 3 മണി വരെയുള്ള സൂര്യപ്രകാശം ഏൽക്കരുത് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. അതിനിടയിലാണ് സംസ്ഥാനത്ത് വേനൽ മഴ സാധ്യത മുന്നറിയിപ്പും കൂടി വരുന്നത്. ഇന്ന് 2 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ഉണ്ട് എന്നതാണ് വളരെ പ്രധാനമായ ആശ്വാസകരമായ ഒരു വാർത്ത. മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. കൂടുതൽ പ്രദേശങ്ങളിലും മഴ ലഭിക്കും. ഇടിയോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത എന്നും പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ജാഗ്രത പാലിക്കണം. തീവ്ര മഴയൊന്നുമല്ല, എങ്കിൽ കൂടിയും ജാഗ്രത പാലിക്കണം എന്നും മുന്നറിയിപ്പിലുണ്ട്. അതോടൊപ്പം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും യെല്ലോ അലർട്ട് ഉണ്ട്. ഞായറാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച വയനാട് ജില്ലകളിലുമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, മാനസയാണ് തിരുവനന്തപുരത്തു നിന്നും ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.